നമസ്കാരം. ഇന്ന് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 13ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാഷ്ട്രങ്ങൾ അവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച മൂവ്മെൻറ്റ്സ്, അതുപോലെ അവിടെ നടന്ന പ്രധാന സംഭവ വികാസങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ നോക്കാം. സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ഇവിടെ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലെ ഭാഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെടുന്നു. അവരുടെ സൃഷ്ടാവ് എല്ലാവർക്കും ഒഴിവാക്കാനാകാത്ത ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ജീവിതം, സ്വാതന്ത്ര്യം, ജീവിത സൗഖ്യം എന്നിവയ്ക്കുള്ള അവകാശങ്ങൾ അവയിൽ ഉൾപ്പെടുന്നവയാണ്. ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഭരിക്കപ്പെടുന്നവരുടെ അംഗീകാരം ലഭിച്ച ഭരണകൂടങ്ങൾ രൂപീകരിക്കപ്പെടണം. ഏതെങ്കിലും ഭരണം ഈ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്ന തരത്തിലാവുകയാണെങ്കിൽ അതിനെ മാറ്റുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. അപ്പോൾ എന്താണ് 18ാം നൂറ്റാണ്ടിൽ അമേരിക്കൻ ജനത തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതെല്ലാം അവകാശങ്ങളെ കുറിച്ചിട്ടാണ് ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ കൊടുത്തിട്ടുള്ളത്? ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ജീവിത സൗഖ്യങ്ങൾക്കുള്ള അവകാശം തുടങ്ങിയൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി കൊളോണിയൽ നിയന്ത്രണം. അപ്പോൾ അമേരിക്കയിൽ ആദ്യമായിട്ട് കോളനികൾ വന്ന വഴിയാണ് പറയുന്നത്. മെയ്ഫ്ലവർ എന്നു പേരുള്ള കപ്പലിൽ അമേരിക്കയിലെത്തിയ തീർത്ഥാടക പിതാക്കൾ അല്ലെങ്കിൽ പിൽഗ്രിം ഫാദേഴ്സ് എന്നറിയപ്പെടുന്ന പ്യൂരിറ്റന്മാരുടെ ഒരു സംഘം വടക്കേ അമേരിക്കയിൽ പ്ലിമൗത്ത്, മസാച്യുസെറ്റ്സ് എന്ന കോളനി സ്ഥാപിച്ചു. പിൽക്കാലത്ത് 12 കോളനികൾ കൂടി രൂപം കൊണ്ടു. ഈ കോളനികളിൽ വസിച്ചിരുന്നവരിൽ ഭൂരിഭാഗവും ഇംഗ്ലീഷുകാരായിരുന്നു. മാതൃരാജ്യത്തിൻ്റെ പിന്തുണയില്ലാതെ അമേരിക്കയിൽ എത്തിച്ചേർന്ന ഇവരെ നിയന്ത്രിക്കുന്നതിനായി ഇംഗ്ലണ്ടിലെ രാജാവ് കോളനികളിൽ ഗവർണർമാരെ നിയമിച്ചു. കോളനിക്കാരുടെ അതൃപ്തിക്ക് ഇത് പ്രധാന കാരണമായി. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൽ നിന്ന് മെയ്ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ പ്യൂരിറ്റന്മാരുടെ സംഘം എന്താണ് അറിയപ്പെടുന്നത്? തീർത്ഥാടക പിതാക്കൾ അല്ലെങ്കിൽ പിൽഗ്രിം ഫാദേഴ്സ് എന്നാണ്. ഇനി പ്യൂരിറ്റന്മാരുടെ ഒരു സംഘം വടക്കേ അമേരിക്കയിൽ സ്ഥാപിച്ച കോളനി എവിടെയായിരുന്നു? പ്ലിമൗത്ത്, മസാച്യുസെറ്റ്സ് എന്ന സ്ഥലത്തായിരുന്നു. പിന്നീട് എന്താണ്? 12 കോളനികൾ കൂടി ഇവിടെ രൂപം കൊണ്ടു. ഈ കോളനികളിൽ വസിച്ചിരുന്നവർ ഭൂരിഭാഗവും ആരായിരുന്നു? ഇംഗ്ലീഷുകാരായിരുന്നു. അപ്പോൾ അവർ മാതൃരാജ്യത്തിൻ്റെ പിന്തുണയില്ലാതെ അമേരിക്കയിൽ എത്തിച്ചേർന്ന് ഇവരെ നിയന്ത്രിക്കുന്നതിനായി ഇംഗ്ലണ്ടിലെ രാജാവ് കോളനികളിൽ ഗവർണർമാരെ നിയമിച്ചു. കോളനിക്കാരുടെ അതൃപ്തിക്ക് ഇത് പ്രധാന കാരണമായി. ഇനി പ്യൂരിറ്റന്മാർ ആരായിരുന്നെന്ന് നോക്കാം. ഇംഗ്ലണ്ടിലെ ഒരു ക്രിസ്തീയ സഭാ വിഭാഗമായിരുന്നു പ്യൂരിറ്റന്മാർ. ആരാധന കാര്യങ്ങളിൽ യാഥാസ്ഥിതിക നിലപാടായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. രാജ്യത്തെ ഇതര ക്രിസ്തീയ വിഭാഗങ്ങളുമായി ഇവർ സംഘർഷത്തിലായിരുന്നു. ഇതിനെ തുടർന്ന് ഇവരിൽ ചിലർ സ്വന്തം രാജ്യം ഉപേക്ഷിച്ച് അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് കുടിയേറി കോളനികൾ സ്ഥാപിച്ചു. ഇവരെയാണ് എന്താണ്? പ്യൂരിറ്റന്മാർ എന്നറിയപ്പെടുന്നത്. വാണിജ്യ നിയന്ത്രണം. ബ്രിട്ടീഷ് ഭരണകൂടം നിയമനിർമ്മാണത്തിലൂടെ കോളനികളിൽ വാണിജ്യ നിയന്ത്രണം കൊണ്ടുവരാൻ ശ്രമിച്ചു. അസംസ്കൃത വസ്തുക്കൾ സംരക്ഷിക്കാനും നിർമ്മിത ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുമുള്ള കുത്തക കമ്പോളമാക്കി ഇവർ കോളനികളെ മാറ്റി. ബ്രിട്ടൻ നടപ്പിലാക്കിയ വാണിജ്യ നിയമങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. കോളനികളിൽ നിന്ന് കോളനികളിലേക്കുള്ള സാധനങ്ങൾ ബ്രിട്ടീഷ് കപ്പലുകളിലോ കോളനികളുടെ കപ്പലുകളിലോ മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. കമ്പിളി, പുകയില, കപ്പലിൻ്റെ പായ് എന്നീ സാധനങ്ങൾ ഇംഗ്ലണ്ട് വഴി മാത്രമേ യൂറോപ്പിലേക്ക് അയക്കാവൂ. യൂറോപ്പിൽ നിന്ന് സാധനങ്ങൾ ഇംഗ്ലണ്ടിലൂടെ മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. 1765 സ്റ്റാമ്പ് നിയമം. വിൽപത്രങ്ങൾ, നിയമപരമായ പ്രമാണങ്ങൾ, ലഘുലേഖകൾ എന്നിവയിൽ നിശ്ചിത വിലയുള്ള സ്റ്റാമ്പ് പതിപ്പിക്കണം എന്ന് നിഷ്കർഷിച്ചു. ഫ്രഞ്ചുകാരുടെ ആക്രമണങ്ങളിൽ നിന്ന് കോളനികളെ സംരക്ഷിക്കാൻ ബ്രിട്ടന് ചെലവായ തുക തിരിച്ചു പിടിക്കുന്നതിനാണ് അധിക നികുതി ഏർപ്പെടുത്തിയത്. പിന്നീട് എന്താണ്? വർദ്ധിച്ച ജനരോഷത്തെ തുടർന്ന് 1766 ഈ നിയമം പിൻവലിച്ചെങ്കിലും കോളനിയിൽ നികുതി ഏർപ്പെടുത്തുന്നതിനുള്ള അവകാശം ബ്രിട്ടീഷ് പാർലമെന്റിൽ നിക്ഷിപ്തമാക്കി. ബ്രിട്ടന്റെ ഇത്തരം നടപടികൾ അമേരിക്കൻ ജനതയെ സാരമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ കോളനി നിവാസികൾ കലാപവുമായി രംഗത്ത് വന്നു. കോളനി നിവാസികളെ ബ്രിട്ടനെതിരെ പോരാടാൻ പ്രേരിപ്പിച്ച മറ്റു ചില ഘടകങ്ങൾ ഉണ്ടായിരുന്നു. അവ സപ്തവത്സര യുദ്ധത്തിൻ്റെ ഫലമായി കോളനിക്കാരുടെ ഫ്രഞ്ച് ഭീതി ഇല്ലാതായത്, യുദ്ധത്തിൽ പങ്കെടുത്തതിൻ്റെ ഫലമായി കിട്ടിയ സൈനിക പരിചയം, സ്വന്തം ശക്തിയെക്കുറിച്ചുള്ള ബോധം എന്നിവയായിരുന്നവ. അടുത്തതായി ബോസ്റ്റണിൽ തേയില സൽക്കാരം.
ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന നോർത്ത് പ്രഭു 1773 തേയില നിയമം നടപ്പിലാക്കി. കോളനി നിവാസികളെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തേയില വാങ്ങാൻ നിർബന്ധിക്കുന്നതായിരുന്നു ഈ നിയമം. തുറമുഖത്തെത്തിയ കപ്പലുകളിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച് കയറിപ്പറ്റിയ പ്രതിഷേധക്കാർ തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ സംഭവമാണ് ബോസ്റ്റൺ തേയില സൽക്കാരം എന്നറിയപ്പെട്ടത്. ഇനി സപ്തവത്സര യുദ്ധം. വ്യാപാരക്കുത്തക ഉറപ്പിക്കുന്നതിനായി ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധമാണ് സപ്തവത്സര യുദ്ധം. 1756 ആരംഭിച്ച യുദ്ധം 1763 പാരീസ് സന്ധിയോടെ അവസാനിച്ചു. അപ്പം സപ്തവത്സര യുദ്ധം ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ നടന്ന വ്യാപാരക്കുത്തക ഉറപ്പിക്കുന്നതിനായി വേണ്ടി നടന്ന യുദ്ധമാണ് സപ്തവത്സര യുദ്ധം. ഇത് 1756 മുതൽ 1763 വരെയാണ്. പിന്നീട് പാരീസ് സന്ധിയോടെയാണ് ഈ യുദ്ധം അവസാനിച്ചത്. അടുത്തതായി കോളനികൾ ഐക്യപ്പെടുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റ് അമേരിക്കൻ കോളനികൾ നടപ്പിലാക്കിയ നിയമങ്ങളോടുള്ള എതിർപ്പ് കോളനികൾക്കിടയിൽ ഐക്യബോധം വളരുന്നതിനിടയാക്കി. ഈ ഐക്യബോധത്തിന്റെ പരിണിത ഫലമായി ഫിലാഡൽഫിയയിൽ കോളനിവാസികളുടെ പ്രതിനിധികൾ സമ്മേളിച്ചു. ഇത് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നു. ഈ സമ്മേളനത്തിൽ നടന്ന കാര്യങ്ങളാണ് 1774 ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ്. ജോർജിയ ഒഴികെയുള്ള 12 കോളനികൾ ഇതിൽ പങ്കെടുത്തു. പരാതികൾ പരിഹരിക്കപ്പെടുന്നതുവരെ ബ്രിട്ടനുമായുള്ള വ്യാപാരം നിർത്തിവെക്കാൻ തീരുമാനിച്ചു. ഇനി 1775 രണ്ടാം ഫിലാഡൽഫിയ കോൺഗ്രസ്. ബ്രിട്ടീഷ് രാജാവിന് ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ നൽകി. ജോർജ് വാഷിംഗ്ടനെ അമേരിക്കൻ സൈന്യത്തിന്റെ തലവനായി നിയമിച്ചു. ബ്രിട്ടനുമായി യുദ്ധം ആരംഭിച്ചു. അടുത്തത് 1776 മൂന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ്. ഇതിൽ പ്രസിദ്ധമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ഇത് എഴുതി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ ആയിരുന്നു. അപ്പോൾ 3 ഫിലാഡൽഫിയ കോൺഗ്രസ് സമ്മേളനങ്ങളായിരുന്നു നടന്നത്. 1774, 75, 76. അതിൽ നടന്ന പ്രധാന കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ. ബ്രിട്ടനുമായുള്ള യുദ്ധം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ രാജാവിനോടുള്ള തങ്ങളുടെ വിശ്വസ്തത പ്രഖ്യാപിച്ചതുകൊണ്ട് കോളനി നിവാസികൾ നൽകിയ പരാതിയാണിത്. ഇതിലൂടെ 1765 ശേഷം പാസാക്കിയ നിയമങ്ങൾ പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഇതായിരുന്നു ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്തതായി തത്വചിന്തയും വിപ്ലവവും. അമേരിക്കൻ ജനതയെ സ്വാധീനിച്ച തത്വചിന്തകരും അവരുടെ ആശയങ്ങളും ഏതെല്ലാമാണെന്ന് താഴെ നോക്കാം. ആദ്യം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറഞ്ഞതാരാണ്? ജെയിംസ് ഓട്ടിസ് ആണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, ജെയിംസ് ഓട്ടിസ്. അടുത്തത് ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വിവേകപൂർണം എന്ന് പറഞ്ഞത് തോമസ് പെയിൻ ആണ്. തോമസ് പെയിൻ എന്ത് പറഞ്ഞു? ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വിവേകപൂർണം എന്ന്. അടുത്തത് ജോൺ ലോക്ക്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇങ്ങനെ പറഞ്ഞത് ജോൺ ലോക്ക്. ഇനി സ്വാതന്ത്ര്യത്തിലേക്ക്. 1781 യോർക്ക് ടൗണിൽ വെച്ച് കോൺവാലിസിന്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് സൈന്യത്തെ ജോർജ് വാഷിംഗ്ടന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സൈന്യം ഫ്രാൻസ്, സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടെ പരാജയപ്പെടുത്തി. തുടർന്ന് 1783 പാരീസ് ഉടമ്പടി പ്രകാരം ബ്രിട്ടൻ 13 അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. അപ്പോൾ എന്നാണ് 1783 പാരീസ് ഉടമ്പടി പ്രകാരം ബ്രിട്ടൻ 13 അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. ഇനി പുതിയ ഭരണഘടന തയ്യാറാകുന്നു. യുദ്ധാനന്തരം കോളനികൾ ചേർന്ന് ആർട്ടിക്കിൾസ് ഓഫ് കോൺഫെഡറേഷൻ എന്ന പേരിൽ ഭരണഘടനയുടെ ചട്ടക്കൂട് തയ്യാറാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടന പൂർത്തീകരിക്കുന്നതിനായി ഫിലാഡൽഫിയയിൽ വെച്ച് ജോർജ് വാഷിംഗ്ടന്റെ നേതൃത്വത്തിൽ ഒരു കൺവെൻഷൻ നടന്നു. ഈ കൺവെൻഷൻ തയ്യാറാക്കിയ ഭരണഘടനയ്ക്ക് അനുസൃതമായി അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രഥമ പ്രസിഡന്റായി ജോർജ് വാഷിംഗ്ടനെ തെരഞ്ഞെടുത്തു. അപ്പോൾ പുതിയ ഭരണഘടന തയ്യാറാക്കി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഫിലാഡൽഫിയയിൽ വെച്ച് ജോർജ് വാഷിംഗ്ടന്റെ നേതൃത്വത്തിൽ ഒരു കൺവെൻഷൻ നടന്നു. ഇതനുസരിച്ച് എന്താണ്? അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രഥമ പ്രസിഡന്റ് ആരായിരുന്നു? ജോർജ് വാഷിംഗ്ടനെ അന്ന് തിരഞ്ഞെടുത്തു. ഇനി ഇവിടെ ബോക്സിൽ ജോർജ് വാഷിംഗ്ടനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. 1732 ജോർജ് വാഷിംഗ്ടൺ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അഗസ്റ്റിൻ വാഷിംഗ്ടണും മേരി ബോളും. അമേരിക്കൻ കോളനികളുടെ സർവ്വസൈന്യാധിപൻ, ഭരണഘടനാ കൺവെൻഷന്റെ തലവൻ, അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്നീ പദവികൾ വഹിച്ചു. അദ്ദേഹത്തിൻ്റെ കൃതികളാണ് മൈ ജേർണി ടു ദ ഒഹായോ വാലി,
പെൻ പാൽ വിത്ത് മിനി എറൗണ്ട് ദ വേൾഡ്. 2 കൃതികളാണ്. ഏതൊക്കെയാണ്? മൈ ജേണി ടു ദ ഒഹായോ വാലി, അടുത്തത് പെൻ പാൽ വിത്ത് മിനി എറൗണ്ട് ദ വേൾഡ്. അപ്പോൾ ജോർജ് വാഷിങ്ടൺ ആരായിരുന്നു? അമേരിക്കൻ കോളനികളുടെ സൈന്യാധിപനായിരുന്നു. ഭരണഘടനാ കൺവെൻഷൻ്റെ തലവനാണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്നീ പദവികളൊക്കെ അദ്ദേഹം വഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമേരിക്കയിൽ ഒരു ഭരണഘടന നിലവിൽ വന്നു. ഇതിൽ അമേരിക്കൻ ഐക്യനാടുകളുടെ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകളായിരുന്നു ഫെഡറൽ മാതൃകയിലുള്ള ഒരു ലിഖിത ഭരണഘടനയാണ് അമേരിക്കയുടേത്. ഇതനുസരിച്ച് യൂണിയനിൽ ചേരുന്ന ഓരോ സംസ്ഥാനത്തിനും സ്വന്തമായ ചില അധികാരങ്ങൾ ഉണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന. വിദേശകാര്യം, യുദ്ധം, അന്തർ സംസ്ഥാന വാണിജ്യം, നാണയം തുടങ്ങിയവയിൽ കേന്ദ്ര ഗവൺമെൻറ്റിനാണ് അധികാരം. കേന്ദ്ര ഗവൺമെൻറ്റിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ 3 ശാഖകളായ കോൺഗ്രസ്, പ്രസിഡന്റ്, കോടതി എന്നിവയുടെ അധികാരങ്ങളെ വേർതിരിച്ചിരുന്നു. അപ്പോൾ താഴെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അമേരിക്കൻ ഐക്യനാട് ഭരണഘടനയുടെ പ്രത്യേകതകൾ, സവിശേഷതകളൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ എന്താണ്? ലിഖിത ഭരണഘടനയായിരുന്നു. ഫെഡറൽ മാതൃകയിലുള്ള ഒരു ലിഖിത ഭരണഘടനയാണ് അമേരിക്കൻ ഐക്യനാടുകളിൽ ഉണ്ടായിരുന്നത്. ഇതനുസരിച്ച് യൂണിയനിൽ ചേരുന്ന ഓരോ സംസ്ഥാനത്തിനും സ്വന്തമായി ചില അധികാരങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ എന്താണ്? ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടനയായിരുന്നു. അടുത്തത് വിദേശകാര്യം, യുദ്ധം, അന്തർ സംസ്ഥാന വാണിജ്യം, നാണയം തുടങ്ങിയവയിൽ കേന്ദ്ര ഗവൺമെൻറ്റിനായിരുന്നു അധികാരം. പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും പ്രാതിനിധ്യമുണ്ടായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ 3 ശാഖകളായ കോൺഗ്രസ്, പ്രസിഡന്റ്, കോടതി എന്നിവയുടെ അധികാരങ്ങൾ എന്താണ്? വേർതിരിച്ചിരുന്നു. ഇനി വിപ്ലവാനന്തരം സാമ്പത്തിക, വ്യാവസായിക, വിദ്യാഭ്യാസ, ശാസ്ത്ര, സാങ്കേതിക മേഖലകളിൽ അമേരിക്ക നേടിയ വളർച്ച ഒരു കാലഘട്ടത്തിൽ സ്വതന്ത്രമായി ജീവിക്കാനായി പോരാടിയ ജനതയെ ഒരു പ്രധാന ലോകശക്തിയായി വളർന്നു വരാൻ സഹായിച്ചു. ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ലോകത്തിന് സുപ്രധാന സംഭാവനകൾ നൽകി. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രസക്തി. ലോകമെമ്പാടുമുള്ള കോളനി വിരുദ്ധ സമരങ്ങൾക്ക് ഊർജം പകർന്നു. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന നിലവിൽ വന്നു. ആധുനിക റിപ്പബ്ലിക്കൻ ഭരണം എന്ന ആശയം ലോകത്തിന് നൽകി. ഫെഡറൽ ഗവൺമെൻറ് എന്ന ആശയം ലോകത്തിന് സംഭാവന ചെയ്തു. ആഭ്യന്തര കലാപവും ഐക്യവും. ഇവിടെ എബ്രഹാം ലിങ്കൺ പറഞ്ഞൊരു കോട്സാണ് കൊടുത്തിട്ടുള്ളത്. അടിമത്തം തെറ്റല്ലെങ്കിൽ മറ്റൊന്നും തെറ്റല്ല. അമേരിക്കൻ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഭിന്നതയുടെ അടിസ്ഥാന കാരണങ്ങൾ ഒന്നിനെക്കുറിച്ച് എബ്രഹാം ലിങ്കൺ പറഞ്ഞ വാക്കുകളാണിത്. വിപ്ലവാനന്തരം അമേരിക്കൻ ഐക്യനാടുകൾ നേരിട്ട ഏറ്റവും സങ്കീർണമായ സംഭവമായിരുന്നു ആഭ്യന്തര യുദ്ധം. ഇതിലേക്ക് നയിച്ച പശ്ചാത്തലം, പ്രധാന കാരണങ്ങൾ എന്നിവയാണ് താഴെ പറയുന്നത്. 1. വൈവിധ്യമാർന്ന സംസ്ഥാനങ്ങൾ. അമേരിക്കൻ ഐക്യനാടുകളുടെ സംസ്ഥാനങ്ങൾ തമ്മിൽ കാർഷിക, വിദ്യാഭ്യാസിക, സാമ്പത്തിക മേഖലകളിൽ അന്തരം നിലനിന്നിരുന്നു. അവ ഏതൊക്കെയാണ്? വടക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങൾ, തെക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങൾ. അതിൽ വടക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങളുടെ പ്രത്യേകത വ്യവസായവും വാണിജ്യവും പ്രധാന മേഖലയായിരുന്നു. എന്നാൽ തെക്കേ അമേരിക്കയിലെ കൃഷിയായിരുന്നു പ്രധാന മേഖല. സംഘടിത തോട്ടങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. വടക്കേ അമേരിക്കയിലെ വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിച്ചിരുന്നില്ല. എന്നാൽ തെക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങൾ വ്യവസായശാലകൾ അവിടെ വളരെ കുറവായിരുന്നു. വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി വടക്കൻ സംസ്ഥാനങ്ങളിലെയോ ഇംഗ്ലണ്ടിനെയോ ആശ്രയിക്കേണ്ടി വന്നിരുന്നു. വടക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായിരുന്നു. എന്നാൽ തെക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയിരുന്നില്ല. അവർ സാക്ഷരതയിൽ വളരെ പിന്നിലായിരുന്നു. അടുത്തത് അടിമത്തം. ഒരു മനുഷ്യൻ അന്യൻ്റെ സമ്പൂർണ്ണ അധികാരത്തിന് വിധേയനായിത്തീരുന്ന അവസ്ഥയാണ് അടിമത്തം എന്ന് ലീഗ് ഓഫ് നേഷൻസ് നിർവചിച്ചിട്ടുണ്ട്. പരാജിതരായ ശത്രുക്കളെ തടവുകാരായി പിടിച്ചും വ്യക്തികളെ വിലയ്ക്ക് വാങ്ങിയും അടിമകളാക്കിയിരുന്നു. CE 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനിവൽക്കരണത്തോടെ ആഫ്രിക്കയിൽ നിന്ന് വൻതോതിൽ അടിമകളെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു. അടിമത്തം നോക്കാം. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലം വരെ യൂറോപ്യർ ആഫ്രിക്കയിൽ നിന്ന് കാർഷിക ആവശ്യങ്ങൾക്ക് അടിമകളെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നിരുന്നു. വടക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ അടിമത്ത വ്യവസ്ഥയെ നിരുത്സാഹപ്പെടുത്തി. ജോൺ വൂൾമാൻ്റെ നേതൃത്വത്തിൽ അടിമത്ത വ്യവസ്ഥിതി അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വളരെ മുമ്പേ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു.
അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായി 1808 അടിമകളെ ഇറക്കുമതി ചെയ്യുന്നത് അമേരിക്കയിൽ നിരോധിച്ചു. അടിമത്തത്തിന് അനുകൂലമായി നിന്ന തെക്കൻ സംസ്ഥാനങ്ങൾ തോട്ടം കൃഷിയുടെ നിലനിൽപ്പിന് അടിമത്തം ആവശ്യമാണെന്നും അതിനാൽ അവരെ മോചിപ്പിക്കുന്നത് രാജ്യത്തിന് ആപത്താണെന്നും വാദിച്ചു. എന്നാൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്വന്തം സ്വത്താക്കി മാറ്റുന്നത് അമേരിക്കൻ ഭരണഘടനയുടെ ആദർശത്തിന് വിരുദ്ധമാണെന്ന് വടക്കൻ സംസ്ഥാനങ്ങൾ അഭിപ്രായപ്പെട്ടു. അടിമത്ത വിരുദ്ധ പത്രമായ ദ ലിബറേറ്ററും മിസ്സിസ് ഹാരിയറ്റ് ബീച്ചർ സ്ലോവിൻ്റെ അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന പുസ്തകവും അടിമത്തത്തിന് എതിരെയുള്ള ജനവികാരത്തെ ശക്തിപ്പെടുത്തി. ഇത് വടക്കൻ സംസ്ഥാനങ്ങളും തെക്കൻ സംസ്ഥാനങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിച്ചു. അടുത്തത് ബാലറ്റിൽ നിന്ന് യുദ്ധഭൂമിയിലേക്ക്. അടിമത്തം അവസാനിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധരായിരുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവായിരുന്നു എബ്രഹാം ലിങ്കൺ. അദ്ദേഹം 1860 പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് തെക്കൻ കരോലിനയുടെ നേതൃത്വത്തിൽ 13 സംസ്ഥാനങ്ങൾ യൂണിയനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു. അവർ തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോൺഫെഡറേറ്റ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന പുതിയൊരു സഖ്യം സ്ഥാപിച്ചു. എന്നാൽ വടക്കൻ സംസ്ഥാനങ്ങൾ യൂണിയനോ നിന്ന് വേറിട്ട് പോകുന്നതിനുള്ള അവകാശത്തെ ചോദ്യം ചെയ്തു. ഇത് ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിച്ചു. ഇനി യൂണിയൻ വിജയത്തിലേക്ക്. 1861 കോൺഫെഡറേറ്റ് സ്റ്റേറ്റുകളും യൂണിയൻ സ്റ്റേറ്റുകളും തമ്മിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. 1863 ഗെറ്റിസ്ബർഗ് യുദ്ധത്തിൽ യൂണിയനോ സ്റ്റേറ്റുകൾ അന്തിമ വിജയം നേടി. 1863 ജനുവരി 1 അമേരിക്കൻ ഐക്യനാടുകളിൽ അടിമകൾക്ക് മോചനം ലഭിക്കത്തക്ക വിധത്തിൽ എബ്രഹാം ലിങ്കൺ വിളംബരം പുറപ്പെടുവിച്ചു. ഇത് പ്രസിദ്ധമായ വിമോചന വിളംബരം എന്ന പേരിൽ അറിയപ്പെട്ടു. പരാജിതരായ തെക്കൻ സംസ്ഥാനങ്ങളോട് സന്മനോഭാവമാണ് ലിങ്കൺ പ്രകടിപ്പിച്ചത്. 1865 ഏപ്രിൽ 15 ജോൺ വിൽക്സ് ബൂത്ത് എന്ന വിഘടനവാദി അദ്ദേഹത്തെ വധിച്ചു. എബ്രഹാം ലിങ്കൺ ജനനം 1809 ഫെബ്രുവരി 12 കെന്റക്കിയിൽ. 1859 അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അമേരിക്കയിൽ ഐക്യം നിലനിർത്തിക്കൊണ്ട് തന്നെ അടിമകളെ മോചിപ്പിക്കുക എന്ന തൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ജനാധിപത്യത്തെ ജനങ്ങൾ, ജനങ്ങളാൽ, ജനങ്ങൾക്ക് വേണ്ടി നടത്തപ്പെടുന്ന ഭരണം എന്ന് നിർവചിച്ച പ്രസംഗമാണ് ഗെറ്റിസ്ബർഗ് പ്രസംഗം. 1865 ഏപ്രിൽ 15 ജോൺ വിൽക്സ് ബൂത്ത് എന്ന വിഘടനവാദി അദ്ദേഹത്തെ വധിച്ചു. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൻ്റെ പാർട്ട് 1 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്തതായി നമുക്ക് റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, ഇതിൻ്റെ സംഭവ വികാസങ്ങളൊക്കെ ചർച്ച ചെയ്യാനുണ്ട്. അത് പാർട്ട് 2 പഠിക്കുന്നതായിരിക്കും. താങ്ക് യു.